ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് ഞാൻ വരുന്നത്. അതായത് നമ്മുടെ വീട്ടിൽ നടന്ന ഏട്ടൻ്റെ മോൻ്റെ ബർത്ത്ഡേൻ്റെ ചെറിയൊരു പരിപാടി, പാർട്ടി. അപ്പോൾ അതിന് ഞാൻ ആക്കിയതാണ് ഈ ഫോട്ടോസ്. ഇത് A4 പ്രിൻ്റാണ്. A4 പ്രിൻ്റ് എടുത്തിട്ട് ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ട് ഫ്രെയിം ചെയ്യുന്നതാണ്. മറ്റേ നമ്മൾ ചുമറ്റിനൊടിക്കുന്നത് A3 ആണ്. A3 നല്ല പേപ്പർ കട്ടിയുള്ള പ്രിൻ്റ് വരുന്നതല്ലേ, നമ്മളിപ്പോൾ ഇതെല്ലാം ആക്കുന്നത് അങ്ങനത്തെ പ്രിൻ്റാണ്. അപ്പോൾ ജോമെട്രിയിൽ ഒട്ടിക്കാൻ നല്ല ക്ലാരിറ്റി ഉണ്ടാവും. നമ്മളതിനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് പ്രിൻ്റ് എടുക്കേണ്ട പൈസയേ വേണ്ടു. പിന്നെ ബർത്ത്ഡേക്ക് പായസവും ബിരിയാണിയാണ് ആക്കിയത്. പായസം സേമിയ പായസം, ഒരു 3 പാക്കറ്റ് പാലിന് വലിയ പാക്കറ്റ് സേമിയ തന്നെയാണ് വാങ്ങിച്ചിട്ട് ആക്കിയത്. പിന്നെ സേമിയ പായസത്തിന് നമുക്ക് കുറച്ചൊരു വെറൈറ്റി ടേസ്റ്റൊക്കെ വേണമെന്നുണ്ടെങ്കിലും ലേശം വാനില എസൻസും പിന്നെ മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ നമുക്ക് പാൽപ്പൊടീൻ്റെ പാക്ക് വാങ്ങിയിട്ട് നമുക്ക് പാലിൽ കലക്കിയിട്ട് ഇതാക്കിയാൽ മതി. അപ്പോൾ മിൽക്ക് മെയ്ഡിൻ്റെ ടേസ്റ്റ് തന്നെ വരും. ആ ക്രീമി നല്ല ഇതായിട്ട് കട്ടിയും ഉണ്ടാവും. പിന്നെ ഏലക്കായി നമ്മൾ പിന്നെ അതിന് ഇതാക്കുന്ന പോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയെല്ലാം സാധാരണ പോലെ തന്നെ നെയ്യിൽ വറുത്തിട്ട് അതിനകത്തിടും. വാനില എസൻസ് ചേർക്കുമ്പോൾ പായസത്തിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഭക്ഷണം നമ്മൾ പിന്നെ ബിരിയാണിയാണ് ആക്കിയത്. ബിരിയാണി സാധാരണ പോലെ തന്നെ ബിരിയാണി അല്ല, സാധാരണ പോലെ മസാല വേറെ ഇതാക്കിയിട്ട് ചോറ് മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഇതാക്കിയത്. അപ്പോൾ കുക്കറിലിട്ടിട്ട് വേവിച്ചതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വെള്ളം വരുമല്ലോ, അത് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇതാണ് പ്രശ്നം വരും. അതാണ് ചോറെല്ലാം അടുപ്പിൽ തന്നെ സാധാരണ പോലെ തന്നെ ആക്കിയത്. ബിരിയാണി സെറ്റാക്കാൻ ചോറ് എടുക്കുമ്പോൾ അടിയിൽ മസാല വെച്ചിട്ട് അതിൻ്റെ മേത്ത് ചോറ് വെച്ച് സെറ്റാക്കിയിട്ടാണ് ഇതാക്കിയത്. ദം ബിരിയാണി ആക്കിയിട്ടില്ല. പിന്നെ അതിനൊരു സാലഡും ആക്കി, കക്കിരിക്കലും. ബർത്ത്ഡേ ബോയിൻ്റെ പേര് ഫിദൽ ദേവ് എന്നാണ്. 11 വയസ്സാണ്. കേക്ക് ഇവർ കുടുംബശ്രീൻ്റെ ഹോം മെയ്ഡ് കേക്കാണ് ഉണ്ടാക്കിച്ചത്. വാനില കേക്ക്, സാധാരണ വാനില കേക്കാണ്. ബർത്ത്ഡേ വക ഗിഫ്റ്റ് കിട്ടിയ ക്യാരം ബോർഡ് എടുത്തിട്ട് കുട്ടികൾ പിന്നെ കളിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് അടുത്ത് കാണാം. ഓക്കെ, താങ്ക് യു.